ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് 15ാമത്തെ ശ്ലോകമാണ്. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരവിമുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈ പൂർവതരം കൃതം. വിവർത്തനം: എൻ്റെ ദിവ്യമായ പ്രകൃതിയെ അറിഞ്ഞിട്ടാണ് പൗരാണികരായിട്ടുള്ള മുമുക്ഷുക്കൾ അഥവാ മോക്ഷം പ്രാപിച്ചവർ പ്രവർത്തിച്ചു പോന്നത്. അതുകൊണ്ട് നീ അവരുടെ കാലടികളെ പിന്തുടർന്ന് സ്വകർത്തവ്യം നിറവേറ്റുക. ഇപ്പോൾ 2 വിധത്തിലുള്ള മനുഷ്യരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അഴുക്കാർന്ന ഭൗതിക വാസനയോട് കൂടിയവരും അവ തീണ്ടാത്തവരും. അങ്ങനെയുള്ള 2 കൂട്ടർക്കും ഒരുപോലെ ഗുണകരമാണ് കൃഷ്ണാവബോധം എന്നിവിടെ പ്രഭുപാദ പറയുന്നു. മലിനഹൃദയത്തോടു കൂടിയ ആളുകൾക്ക് ഭക്തിയുത സേവനത്തിലൂടെ ഭഗവാന്റെ നാമോച്ചാരണത്തിലൂടെ നിയന്ത്രണ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്രമികമായിട്ടുള്ള ഒരു ശുചീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. സ്വതവേ നിർമ്മല ഹൃദയരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹൃദയശുദ്ധി കൈവരിച്ചവർക്ക് തങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തികളെ തുടർന്നുകൊണ്ട് ഭക്തിയിൽ മുന്നേറാം. 2 തരത്തിൽ നോക്കിയാലും കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ ഈ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങൾ നമുക്ക് നിർവഹിക്കാം, ആരെ നാം മാതൃകയാക്കണം എന്നതാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അർജുനൻ യുദ്ധരംഗത്ത് നിന്ന് ഒളിച്ചോടണമെന്നല്ല ഭഗവാൻ ആഗ്രഹിച്ചത്. ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ സ്വധർമ്മം നിറവേറ്റി ധീരനായി പോരാടാനാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധം ചെയ്യലാണ് സ്വകർത്തവ്യം. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി ഭീരുവിനെ പോലെ കാട്ടിൽ പോയി തപസ്സനുഷ്ഠിക്കണമെന്ന അർജുനന്റെ ആഗ്രഹത്തെ ഭഗവാൻ ഇവിടെ ഒട്ടും തന്നെ അംഗീകരിച്ചില്ല. അപ്പോൾ മറിച്ച് ധീരനെ പോലെ നീ പോരാടണം എന്നാണ് അർജുനനെ ഭഗവാൻ ഉപദേശിച്ചത്. അപ്പം അർജുനനെ എപ്രകാരം ഭഗവാൻ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഭഗവാൻ അർജുനന് വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങൾ നമുക്കും ബാധകമാണ്. നമ്മുടെ സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാതെ നമ്മുടെ സ്വധർമ്മം എങ്ങനെ ഭംഗിയായി ഭഗവാനു വേണ്ടി നിർവഹിക്കാം എന്നതാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്. നമ്മുടെ സ്വകർത്തവ്യങ്ങൾ, നമ്മുടെ സ്വധർമ്മങ്ങൾ അതീന്ദ്രിയ ജ്ഞാനത്തോടു കൂടി ചെയ്യുക. 2 തരം കർമ്മങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. നിത്യകർമ്മങ്ങൾ, നിയത കർമ്മങ്ങൾ. നിത്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കപ്പെടാനാകാത്ത കർമ്മങ്ങൾ. ഭഗവാന്റെ തിരുനാമ ജപം, ഭക്തിയുത സേവനങ്ങൾ, ഭഗവാന് നിവേദ്യമർപ്പിക്കൽ, ശാസ്ത്രഗ്രന്ഥങ്ങളുടെ വായന, പഠനം, തിരുനാമ ജപം, ഇവയൊക്കെ നമുക്ക് മാറ്റിവെക്കാനാകാത്ത നിത്യകർമ്മങ്ങളാണ്. അപ്പോൾ ഈ നിത്യകർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നതിലൂടെ അത് നമുക്ക് ഭക്തിപരമായിട്ട് മുന്നേറാനും ഭക്തിപരമായിട്ട് ഒരേ സ്ഥിതിയിൽ നമുക്ക് നിൽക്കാനും സാധിക്കും. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയാണ് നമ്മുടെ ഈ നിത്യകർമ്മങ്ങൾ. അപ്പോൾ ആ നിത്യകർമ്മങ്ങളെ സാധനാ ഭക്തി എന്ന പേരിലാണ് ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നത്. സാധനാ ഭക്തിയുടെ നിർവചനം തന്നെ സനാതനധന, ശാശ്വതധന, സാത്വികധന എന്നതാണ്. അപ്പോൾ സാധനാഭക്തി അനുഷ്ഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്നും നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഇനി നിയതകർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങൾ, നമ്മുടെ സ്വധർമ്മങ്ങൾ. അപ്പോൾ ഈ സ്വധർമ്മത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒളിച്ചോടാനാവില്ല. അപ്പോൾ ഒരാളുടെ സ്വഭാവത്തിനനുസരിച്ച്, ഗുണത്തിനനുസരിച്ചിട്ടൊക്കെയാണ് ഈ സ്വധർമ്മങ്ങൾ നമ്മളിൽ വന്നു ചേരുന്നത്. ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ വർണ്ണത്തിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ബ്രാഹ്മണന്റെ സ്വധർമ്മമായിരിക്കില്ല ക്ഷത്രിയന്റെ ധർമ്മമായിരിക്കില്ല വൈശ്യന്റെ ധർമ്മമല്ല ശൂദ്രന്. അതുപോലെ ഗൃഹസ്ഥന്റെ ധർമ്മമല്ല ഒരിക്കലും ഒരു ബ്രഹ്മചാരിക്കുള്ള ധർമ്മമല്ല സന്യാസിക്കുള്ളത്. അപ്പോൾ അങ്ങനെ സ്വധർമ്മങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഭഗവാൻ ഈ സ്വധർമ്മങ്ങൾ വ്യത്യസ്ത രീതിയിൽ നിറവേറ്റപ്പെടാൻ വേണ്ടിയിട്ടാണ് ചാതുർവർണ്ണ്യമയാ സൃഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വർണ്ണങ്ങളും ആശ്രമങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വധർമ്മങ്ങൾ നാം മടി കൂടാതെ അനുഷ്ഠിക്കണം. അതിൽ നിന്നൊരു ഒളിച്ചോട്ടം നമുക്ക് സാധ്യമല്ല.
സ്വധർമ്മത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം നമുക്കൊരിക്കലും സമാധാനം തരില്ല. അത് നമുക്ക് കുറ്റബോധം മാത്രമേ നേടിത്തരൂ, അല്ലെ? നമ്മൾ അത് ചെയ്തില്ല, അത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന് ഒരിക്കലും സമാധാനം നേടിത്തരില്ല. അപ്പോൾ സ്വധർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാതെ ആ സ്വധർമ്മങ്ങൾ ഭഗവാന് വേണ്ടിയുള്ള യജ്ഞങ്ങളാക്കി ചെയ്യുക, അതാണ് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. അപ്പോൾ ഭഗവാന് വേണ്ടി നമ്മുടെ സ്വധർമ്മങ്ങൾ, നമ്മുടെ നിയത കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പം അതിലൂടെ നമുക്ക് എല്ലാവരിലേക്കും ആ സന്തോഷം പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ അത്തരം സ്വധർമ്മങ്ങൾ എങ്ങനെ പാലിച്ചു അല്ലെങ്കിൽ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരെയാണ് ഭഗവാൻ മുമുക്ഷുക്കൾ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മുമുക്ഷുക്കൾ എന്നാൽ മോക്ഷം പ്രാപിച്ചവർ, അഥവാ അവര് ജീവിത വിജയം കൈവരിച്ച ആളുകളാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്ന മുമുക്ഷുക്കൾ ആരൊക്കെയാണ്? സൂര്യദേവനായിട്ടുള്ള വിവസ്വാൻ, അതുപോലെ മനുഷ്യവംശ പിതാവായിട്ടുള്ള മനുവിൻ്റെ പുത്രനായിട്ടുള്ള ഇക്ഷാകു, അതുപോലെ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ജനക മഹാരാജാവിന്റെ ഉദാഹരണം പറയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ മുമുക്ഷുക്കളാണ്. ഭഗവാനിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ കല സ്വായത്തമാക്കിയ ആളുകളാണ് ഈ സൂര്യദേവനെ പോലെയുള്ള ആളുകൾ, മനുവിനെ പോലെ, സൂര്യദേവനെ പോലെ, ജനക മഹാരാജാവിനെ പോലെയുള്ള ആളുകൾ. അപ്പൊ അത്തരം മുമുക്ഷുക്കളുടെ പാത പിന്തുടർന്ന് നമ്മളോട് സ്വകർത്തവ്യം നല്ല രീതിയിൽ നിർവഹിച്ച് ഭഗവാന്റെ പാതയിൽ മുന്നേറാനാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ നമ്മളെ ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇതോടുകൂടി ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.